ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ ഇന്ന് ഒരു ഫിസിക്സ് പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അതൊരു പബ്ലിക് എക്സാം എങ്ങനെ ആയിരുന്നു എനിക്ക് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പം കുറേ കുട്ടികൾക്കൊന്നും ഫിസിക്സ് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു എനിക്ക് ഫിസിക്സിൽ എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നോ, എങ്ങനെയായിരുന്നു വാല്യുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പം ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടീച്ചർ രജിസ്റ്റർ നമ്പർ അനുസരിച്ച് ഓരോ കുട്ടികളെയും ഓരോ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാറാണോ ടീച്ചറാണോ ആരാണോ എക്സാമിനർ പുറത്തുനിന്ന് വരുന്ന എക്സാമിനർ എന്ത് ചെയ്യും, ഓരോ രജിസ്റ്റർ നമ്പർ അനുസരിച്ച് അകത്തേക്ക് വിളിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് എക്സാം പേപ്പർ ചൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, മറച്ചായിരിക്കും വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം പേപ്പർ എടുത്ത ശേഷം അത് എക്സാമിനറിന് കൊടുത്തിട്ട് എക്സാമിനർ പറയും നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയും ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറിന് നേരെ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ അതിൽ നമുക്ക് തന്നിട്ടുള്ള സീറ്റിൽ പോയി ഇരിക്കണം. സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫോർമുലയും പ്രിൻസിപ്പിളും എഴുതാനായിട്ട് പറയും. നമ്മളെ ബാച്ച് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ബാച്ചായിരുന്നു. സോ ഞങ്ങൾക്ക് ഫോർമുലയും പ്രിൻസിപ്പിളും ഒപ്പം ഒബ്സർവേഷൻ്റെ കൂടെ ടാബുലർ കോളമൊക്കെ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അത് നമ്മൾ മുമ്പത്തെ ബാച്ചുകാർക്ക് ഒബ്സർവേഷൻസും പ്രിൻസിപ്പിളും മാത്രം എഴുതിയിട്ട് ഫസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷമാണ് പിന്നീട് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അവർക്ക് ഈ ടാബുലർ കോളം വരയ്ക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് വരച്ചിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ റിസൾട്ടിന് വേണ്ടി ഒരു പാർട്ട് മാറ്റിയിട്ട് റിസൾട്ട് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇപ്പം ഡയമീറ്റർ ഓഫ് സ്പിയർ, അതിന് വോളിയം ഓഫ് സ്പിയർ, അങ്ങനെ ഒരു പാർട്ട് കൂടി എഴുതണം. ഓക്കെ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ഫസ്റ്റ് എഴുതണം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എൻ്റെ ബാച്ചിലായതുകൊണ്ട് തന്നെ ഫുള്ള് എഴുതിയിട്ട് സാറിനെ കാണിച്ചു. അതിനുശേഷം 2 എക്സ്പെരിമെൻറ്റ് ഫസ്റ്റ് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് 2 എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിൽ 2 എക്സ്പെരിമെൻറ്റിന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എക്സാം പേപ്പർ തരും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ എക്സാം പേപ്പർ അങ്ങോട്ട് തിരിച്ച് വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഫസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പേപ്പർ തന്നതിന് ശേഷം ഫസ്റ്റ് ഇപ്പോൾ ഫോർമുലി പ്രിൻസിപ്പിൾ എഴുതുന്നതിന് മുമ്പ് ആ 2 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറയും. നമുക്ക് ഫേസിങ് ഷീറ്റായിട്ടൊരു ഷീറ്റ് തന്നിരിക്കും, അതുപോലത്തെ അഡീഷണൽ ഷീറ്റായിട്ട് ഒരെണ്ണം തന്നിരിക്കും. അപ്പോൾ അതിൽ ഓരോ ഷീറ്റിലായിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കണം. ഫേസിങ് ഷീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ അഡീഷണൽ ഷീറ്റിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി കൊടുക്കാം. അതിനുശേഷമാണ് പിന്നീട് ആ പേപ്പർ വാങ്ങും. അതിനുശേഷം നമ്മൾ പ്രിൻസിപ്പിളും ഫോർമുലാസൊക്കെ എഴുതണം. നമ്മളിപ്പോൾ പേപ്പർ വാങ്ങുന്നതിന് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഫോർമുലയും പ്രിൻസിപ്പിളും എഴുതാം. പക്ഷേ ഇപ്പം നിങ്ങൾ ടീച്ചർ എന്തെങ്കിലും മാറ്റി പറയുവാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഫസ്റ്റ് നമ്മൾ കയറുന്നതിന് മുമ്പ് ടീച്ചർ വന്ന് പറഞ്ഞു തരും. ടീച്ചറോ സാറോ ആരാണെങ്കിലും വന്ന് പറഞ്ഞു തരും. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ച ഒരു സാറും ടീച്ചറും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേറെ ക്ലാസ്സുകാർക്കുള്ളതാണ് ഞങ്ങൾക്ക് വന്നത്. അതായത് ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഉള്ള ഒരു ടീച്ചറും മറ്റൊരാൾ ഔട്ട് നിന്ന് വന്നിട്ടുള്ള വേറെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീച്ചറും ആയിരിക്കാം. അങ്ങനെയാണ് നമുക്ക് വരാം. അപ്പോൾ 2 ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ടീച്ചേഴ്സിലും നമ്മളിപ്പം അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടീച്ചർ, അതായത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അകത്തുള്ള ടീച്ചറൊന്നും നമ്മളടുത്ത് വന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. പകരം നമ്മൾ ആ പുറത്തുനിന്ന് വന്ന ടീച്ചർ നമ്മളടുത്ത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് കാണിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ പതറാനൊന്നും പാടില്ല. അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ അപ്പോൾ ആയിരിക്കും നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വൈവ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് കാണിക്കുന്ന സമയത്ത് ചോദിക്കും. അങ്ങനെയാണ് നടന്നു പോകുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ എക്സ്പെരിമെൻ്റ് കാണിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോഴും നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. അപ്പം ടീച്ചേഴ്സ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് മാക്സിമം 2-3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ സാധ്യത.
അപ്പം ഞാനിപ്പം എൻ്റെ ഫ്രണ്ട്സും അതുപോലെ എനിക്കൊക്കെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ പ്രാക്ടിക്കൽ എക്സാം നടന്ന സമയത്ത് എനിക്ക് വൈവ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല ഞങ്ങളുടെ ബാച്ചിൽ. അതിന് മുമ്പത്തെ ബാച്ചിലൊക്കെ ചോദിച്ച കുട്ടികൾക്കൊക്കെ നല്ല പാടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. വൈവ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അത് അയച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് അവർക്കും അവരുടെ ബാച്ചിൽ ചോദിച്ചത് ക്വസ്റ്റ്യൻസ്. അപ്പം കുറച്ച് ഡെപ്തായിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. പക്ഷെ നമ്മളിങ്ങനെ കാൽക്കുലേഷനൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇതിൽ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അപ്പം അതിന് നമുക്ക് പക്ഷേ അപ്പം തന്നെ എനിക്ക് സാറായിരുന്നു. അപ്പോൾ സാറ് ആ ടൈമിൽ തന്നെ എനിക്ക് പറഞ്ഞു തന്നു ആ മിസ്റ്റേക്ക് എന്താണെന്ന്. പിന്നെ ഞാൻ തിരുത്തി കാണിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ബാച്ചുകാർക്കൊന്നും ആർക്കും മാർക്കൊന്നും അറിയാൻ സാധിച്ചില്ല. അതിന് മുമ്പത്തുള്ള ബാച്ചുകാർക്കൊക്കെ മാർക്ക് അറിയാൻ സാധിച്ചു അങ്ങനെയൊക്കെ. അപ്പം പിന്നീട് അങ്ങനെയാണ് നമുക്ക് ഇപ്പം നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ 4 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എന്നൊക്കെ മാർക്ക് ചെയ്യുന്ന കാണാം. പക്ഷെ അത് കൂട്ടിയാലും നമുക്കറിയാൻ പറ്റും എത്ര മാർക്കുണ്ടെന്ന്. അപ്പം എനിക്ക് മുഴുവനായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, അപ്പോൾ എനിക്കറിയത്തില്ല എത്രയാണെന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണിക്കുമ്പോഴും പിന്നീട് നമ്മൾ ലാസ്റ്റ് കൊണ്ട് കാണിക്കും സത്യത്തിൽ എക്സ്പെരിമെൻറ്റ് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കുമ്പോൾ സാറ് ഞാൻ കാണിച്ച സമയത്ത് സാറിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് സാറ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് സാറ് ടീച്ചറായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഏതാണോ അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് കൊണ്ടു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും, നിന്ന് പോകത്തില്ല. നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ അതിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം കൊണ്ടു കൊടുക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്ന യൂണിറ്റ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിക്കഴിഞ്ഞ സാറ് ഞങ്ങൾക്ക് അവിടെ കുറച്ച് പേർക്ക് തെറ്റിയായിരുന്നു. പിന്നെ ഗ്രാഫൊക്കെ തെറ്റിയായിരുന്നു. ഗ്രാഫിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അതിനുമുമ്പ് യൂണിറ്റ്സ് തെറ്റുന്നത് കൊണ്ട് തന്നെ യൂണിറ്റ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇപ്പോൾ എനിക്ക് തെറ്റിയത് കാൽക്കുലേഷനാണ്. യൂണിറ്റ്സ് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം വെച്ചാൽ കാൽക്കുലേഷനും അതുപോലെ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാതെ നമുക്ക് കിട്ടില്ലല്ലോ ഓരോരോ വാല്യൂസ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് കിട്ടില്ല. വീട്ടിൽ നിന്നാൽ നമുക്ക് ലാബൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ചെയ്ത് അതിൻ്റെ വാല്യൂസ് കണ്ടെത്താനൊന്നും പറ്റത്തില്ല. സോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എടുത്തിട്ട് അതിലുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം വേറെ എന്തെങ്കിലും തെറ്റ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള എക്സ്പെരിമെൻറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നാൽ അത് വെച്ച് ചെയ്ത് നോക്കുക. പക്ഷേ എന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ആവശ്യമുള്ള കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം കൂടി എടുത്ത് ചെയ്യാനായിട്ട് ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഗ്രാഫിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഗ്രാഫൊക്കെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സൊന്നും പറഞ്ഞു തരത്തില്ല. ചില ടീച്ചേഴ്സ് വാങ്ങി വെച്ചിട്ട് മാർക്കിടും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്ക് പോകുന്നത് എവിടെ നിന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് സാർ പറഞ്ഞല്ലോ, സാർ നല്ല വാല്യൂഷൻ ആയിരുന്നു. അതേപോലെ തന്നെ സാർ പറഞ്ഞു തന്നു ഏതാണ് മിസ്റ്റേക്ക് എന്ന്. അപ്പോൾ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അത് തിരുത്തി കാണിക്കാനും ആ മിസ്റ്റേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാനുമായിട്ടുള്ള. അപ്പോൾ അത് എല്ലാവർക്കും എപ്പോഴും എല്ലാ എക്സാമിനേഴ്സും അങ്ങനെ ആകണമെന്നില്ല. സോ നിങ്ങളെന്ന് വെച്ചാൽ മാക്സിമം തെറ്റ് വരുത്താതെ ശ്രമിക്കാം. അപ്പോൾ ഒരു മാർക്ക് പോലും പോവാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് വാല്യൂഷൻ. പിന്നെ ഇപ്പം മാർക്കൊന്നും അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ മുമ്പത്തെ ബാച്ചുകാർക്ക് എല്ലാവർക്കും കുറേ പേർക്കും ഫുൾ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ പിന്നീട് ബാക്കിയുള്ളവർ ഇപ്പം അതിൽ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ബാച്ചിലല്ല, വേറെ കുറച്ച് ക്ലാസ്സിൻ്റെ ബാച്ചിലൊക്കെ നല്ല മാർക്ക് കുറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തരത്തിലാണ് നമ്മളിപ്പം പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓംസ് ലോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഓംസ് ലോയിൽ കറണ്ട് ഫ്ലോ ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓംസ് ലോയ്ക്ക് അതായത് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ അവിടെയുള്ള കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യുമല്ലോ വയറ്, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ടൈറ്റായിട്ട് ചെയ്യുക. പിന്നെ അതുതന്നെ അങ്ങനെ അത് കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാം. ഓക്കെ,
അതാണ് വോൾട്ട് മീറ്ററിൻ്റെ കേസൊക്കെ ആകുമ്പോൾ മീറ്ററിൽ അതിൽ മെഷർമെൻറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുക. അത് വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ 0.1 അത് അമ്മീറ്റർ ആണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ 0.05 ആണ് വെച്ചാണ് കൂടുന്നത്. പല സ്കൂളിലും പല മീറ്റേഴ്സിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കൺഫേം ചെയ്യണം, കാരണം ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ പറഞ്ഞത് 0.1 0.2 അങ്ങനെയാണ് അമ്മീറ്ററിൻ്റെ കേസ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ അങ്ങനെ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ടീച്ചറായിട്ടൊന്ന് കൺഫേം ചെയ്യുക. ഞാൻ കൺഫേം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മീറ്ററിൽ 0.1 വെച്ചല്ല കൂടുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുക. ചില കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് പോവുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.